കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. വളരെ പെട്ടെന്ന് ഒരു പോസിറ്റീവ് സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം അല്ലേ? അതെ, കാഴ്ചയില്ലെങ്കിലും വെല്ലുവിളികളെ തരണം ചെയ്ത ജീവിത വിജയം നേടിയിരിക്കുകയാണ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ജോസഫ്. കൂലിപ്പണിയിൽ നിന്ന് ഒരു സ്ഥാപന ഉടമയായി മാറിയ സാബു ജോസഫിന്റെ ജീവിത വിജയം മറ്റുള്ളവർക്കും പ്രചോദനമാണ്. ഭാര്യയുടെയും മക്കളുടെയും പിന്തുണയാണ് അന്ധതയെ പോലും തോൽപ്പിക്കാൻ സാബുവിന് കരുത്തായത്. സാബുവിന്റെ കഥ കാണാം. കൂലിപ്പണിക്കാരനായിരുന്നു പള്ളിക്കത്തോട് സ്വദേശിയായ സാബു ജോസഫ്. 23-ാമത്തെ വയസ്സിൽ കിണർ നിർമ്മാണത്തിനിടെ പാറ പൊട്ടിത്തെറിച്ചാണ് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടത്. കുറച്ചുനാൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന നിശ്ചയദാർഢ്യം സാബുവിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ധതയും തോൽപ്പിച്ച് സാബു പുതിയ ജീവിതത്തിന്റെ പടി ചവിട്ടിയത്. എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വടി വെട്ടിക്കൊണ്ടതിനാ, ഒരു കാപ്പിയുടെ വടി വെട്ടിക്കൊണ്ട് തന്നെ ഞാൻ പതുക്കെ അത് കുത്തി ആദ്യം മുറ്റത്തിറങ്ങി 10 അടി നടക്കുമ്പോൾ കുഴപ്പമില്ല. പിറ്റേ ദിവസം അത് 20 അടിയാക്കി. അതങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ആ നടപ്പ് ഞാനങ്ങ് പ്രാക്ടീസ് ചെയ്ത് അതങ്ങ് വലിപ്പം കൂട്ടി അങ്ങ് പോയി. പുറത്തേക്കൊക്കെ പോയി ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ജീവിതത്തിൽ വലിയൊരു ആശ്വാസം പോലെയൊക്കെ തോന്നി. കാരണം ഈ ഒരു ഓർമ്മകളിൽ നിന്നൊക്കെ അങ്ങ് മാറി നിൽക്കാൻ പറ്റി. ആദ്യം വടികുത്തി തനിയെയുള്ള യാത്ര സ്വയം പരിശീലിച്ചു. പിന്നീട് ഒറ്റയ്ക്ക് ബസ്സിൽ കയറി സഞ്ചരിക്കാനും തുടങ്ങി. എന്നാൽ എല്ലാം മാറി മറിഞ്ഞത് സാബുവിന്റെ വിവാഹത്തോടെയായിരുന്നു. അന്ധത കല്യാണത്തിന് വെല്ലുവിളി ഉയർത്തിയെങ്കിലും ഭാര്യ വത്സലയുടെ തീരുമാനത്തിന് മുന്നിൽ എല്ലാം വഴിമാറി. ഇതോടെ സാബുവിന്റെ കാഴ്ചയെല്ലാം വത്സലയുടെ കണ്ണുകളിലൂടെയായി. അങ്ങനെ കല്യാണാലോചന വന്നപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവ് അങ്ങനെയൊന്നും തോന്നിയില്ല. ആദ്യം കണ്ടിട്ട് പോയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ആലോചിച്ചിട്ട് പറയാമെന്ന് എൻ്റെ ആങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചു, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കുറവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ. വിവാഹശേഷം ജീവിക്കാൻ വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാതിരുന്നപ്പോഴാണ് വാർക്കത്തകിട് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചത്. ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ് ഇപ്പോൾ പടർന്ന് പന്തലിച്ചു. 3 ജോലിക്കാർ കൂടെയുണ്ടെങ്കിലും എല്ലാ പണികൾക്കും സാബുവും കൂടും. വത്സല ജീവിതത്തിൻ്റെ വലിയൊരു അവിഭാജ്യ ഘടകമാണ്. ജീവിതത്തിലോട്ട് വന്നതോടുകൂടിയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവും കാര്യങ്ങളിലേക്കൊക്കെ കടന്നില്ല. നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി തൊഴിലവസരങ്ങൾ കിടപ്പുണ്ട്. നമ്മളാരും പറഞ്ഞു, നമ്മളാ പണ്ട് മുതലേ എന്ത് വൈകല്യമാണോ അതിനെ വീട്ടുകാർ പറഞ്ഞ് ആ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകും. മക്കളായ നോഹയും റബേക്കയും സാബുവിന് കൂട്ടായി എപ്പോഴും കൂടെയുണ്ട്. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് വിജയത്തിന്റെ പടവുകൾ കയറുകയാണ് സാബു. 24 കോട്ടയം.